തന്നെ കൂട്ടുകാരാ, നിന്നെ കുറെ നാളുകൊണ്ട് നോക്കിയിട്ടേക്കാണല്ലോ. നിന്നെ ആര് വിളിച്ചത്? കല്യാണം ആര് വിളിച്ചത്? നിന്നെ ആര് വിളിച്ചിട്ട് വന്ന? ഞാൻ പെണ്ണിന്റെ ആളാണ്. പെണ്ണിന്റെ ആര്? പയ്യന്റെ മൊത്തത്തിൽ നമ്മളാളാണല്ലോ. കാക്ക കിട്ടിയിട്ടുണ്ടോ അവനെ? കാക്ക എവിടെ ചെന്നാലും കുറ്റി എന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാലും കല്യാണത്തിന് ചെന്ന് അവിടെ, നമ്മൾ ഹോട്ടലിൽ കയറി അവിടെ, ഇവനെ കാരണം ഒരു നിവർത്തിയില്ല. ആളെ മനസ്സിലായില്ലല്ലേ? ഇല്ല, ഇവാര് നമ്മൾ വിളിച്ചിരുന്ന ആളാണ്, ബ്ലോഗറാണ് ബിജോയ്. എന്താ ഇത് നിനക്ക് ആദ്യമേ പറയണ്ടേ? നമ്മള് പയ്യന്റെ പെണ്ണിന്റെ മൊത്തത്തിൽ നമ്മളാണല്ലോ. ബിജോയ്, ഞാൻ പറഞ്ഞില്ലേ, ഈ ബ്ലോഗർ ആണെങ്കിലും ഇവർക്ക് ഇതിന്റെ അറിഞ്ഞൂടായിരുന്നു. കൈവത്തം പറ്റി പോയി. ഹായ് ഹലോ. അപ്പോൾ മറ്റൊരു കല്യാണ വിശേഷമായിട്ട് ഇന്ന് ഞങ്ങൾ നമ്മുടെ കഴക്കൂട്ടത്തെ സ്വന്തം അൽസാജ് കോമറ്റിലാണ്. ഇന്നൊരു 1000 പേരുടെ ക്രിസ്ത്യൻ റിസപ്ഷൻ ആണ് കേട്ടോ നമ്മൾ ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ ചെറിയൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ സാധാരണ ഒരു ജ്യൂസൊക്കെ കുടിച്ച് കയറുന്ന സ്ഥലത്ത് ഇന്ന് നമ്മൾ വൈനും കുടിച്ച് ഒരു ഗ്ലാസ് വൈനും കുടിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ ആഘോഷത്തിലേക്ക് നമ്മൾ പോകുന്നത്. സോ ഇതാണ് നമ്മുടെ എൻട്രൻസ്. ഇവിടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം എൻ്റെ റൈറ്റ് സൈഡിൽ ഫുഡും എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഡെക്കറുമായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ തൗഫീക്കാരൻ ഇവിടെ നിൽപ്പുണ്ട്, എല്ലാം അറേഞ്ച് ചെയ്തിട്ട് സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുകയാണ്. തൗഫീക്കാട്ടാ, എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷം? നല്ല വിശേഷമാണ്. ഇന്ന് നമ്മൾ അൽസാജ് കൊമറ്റിലാണ് നമ്മുടെ പ്രോഗ്രാം കണ്ടത്. എല്ലാം പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു 1000 ഗസ്റ്റാണ് പറയുന്നത്. നമ്മുടെ ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസം മുമ്പാണ് എന്നെ നമ്മുടെ ഇന്നത്തെ ഗ്രൂം ജോബിൻ എന്നാണ് ഗ്രൂമിന്റെ പേര്. ജോബിൻ എന്നെ വിളിച്ച് നമ്മുടെ ഒരു ഫംഗ്ഷൻ കണ്ട് ഇഷ്ടപ്പെട്ട്, പുള്ളിക്കാരൻ ഗൾഫിലായിരുന്നു. അപ്പോൾ തീർച്ചയായും ഇതുവരെ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. സത്യം, വേറൊരു സന്തോഷം വാർത്ത വെച്ചാൽ എനിക്ക് വരുന്ന കൂടുതൽ കസ്റ്റമേഴ്സിന് ഞാൻ കല്യാണത്തിന്റെ അന്നാണ് കാണാറുള്ളത്. സത്യം, കഴിഞ്ഞ വർക്കിലുള്ള കസ്റ്റമറിനെ കണ്ടത് കല്യാണത്തിന്റെ അന്നാണ്. ഇന്ന് ഈ ജോബിനെ കാണാൻ പോകുന്നതും ഇന്നാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ജോബിൻ നമ്മുടെ അടുത്തൊരു വാക്ക് പറഞ്ഞു, ചേട്ടാ അടിപൊളിയായിട്ട് പരിപാടി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ടീം എന്നെല്ലാം കൂടെ ഒരു അർച്ചന, നൗഫല്, പിന്നെ നമ്മുടെ ജഗൻ, എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് അടിപൊളിയായിട്ട് നടത്തി. കാര്യം നമുക്ക് ഇന്ന് രാവിലെയാണ് ഹോള് കിട്ടിയത്. ചിങ്ങമാസം ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ടൈറ്റ് സ്കെഡ്യൂളാണ്. അപ്പോൾ ഇന്ന് രാവിലെ നമുക്കൊരു 10 മണിക്കാണ് അൽസാജ് ഹോൾ പ്രൊവൈഡ് ചെയ്തത്. ഇപ്പം മണി 5 ആയില്ലേ? ഇത്രയും ചെറിയ സമയം കൊണ്ട് ഞങ്ങൾ ഇതൊക്കെ ഒരുവിധം റെഡി ആക്കിയിട്ടുണ്ട്. ഇത് ഇപ്പം നമ്മൾക്കറിയാലോ, നമുക്ക് ഈ കോഴിക്കോട് പോകുമ്പോഴാണ് ഇത് ഉപ്പിലിട്ട സംഭവങ്ങൾ എല്ലാവരും കഴിക്കുന്നത്. കോഴിക്കോടിന്റെ ഹൃദയം, സ്നേഹമുള്ള ഒരു സംഭവമാണ് ഉപ്പിലിട്ടത്. അപ്പൊ നമ്മുടെ മലയാളീസും കഴിക്കട്ടാ ഉപ്പിലിട്ട നെല്ലിക്ക അല്ലേ? അപ്പൊ അതിന്റെ അറേഞ്ച്മെന്റ് അല്ല. പിന്നെ ഒരുപാട് സാലഡ് ഐറ്റംസ് ഉണ്ട്, ഒത്തിരി വ്യത്യസ്തമായ സാലഡ്. നമ്മുടെ ഫ്രൂട്ട്സിന്റെ കട്ട് ഫ്രൂട്ട് സാലഡ് ഉണ്ട്, റഷ്യൻ സാലഡ് ഉണ്ട്. റഷ്യൻ സാലഡൊക്കെ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സാലഡ് കുറച്ച് അകത്തുനിന്ന് അടിച്ച് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ നിലവിൽ ഇനിയിപ്പോൾ പാസ്തയുണ്ട്. ഇതൊക്കെ റെഡിയായി. ഇപ്പോൾ 6 മണിക്കാണ് നമ്മൾ കൊടുക്കുകയെന്ന് ഉള്ളത് കൊണ്ട് ബാക്കി അറേഞ്ച്മെൻ്റ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു സാലഡും കൂടെ, എപ്പിക് സമ്മർ സാലഡും റെഡി ആയിട്ടുണ്ട്. ബാക്കി ഇനിയിപ്പോൾ റഷ്യൻ സാലഡ് വരാനുണ്ട്, അതുപോലെ ഗ്രീക്ക് സാലഡ് വരാനുണ്ട്, ചിക്കൻ സാലഡ് വരാനുണ്ട്. പിന്നെ നമ്മുടെ കൗണ്ടറും അല്ലേ? ഇന്നൊരു കറക്റ്റ് എന്താണോ നമ്മുടെ സ്റ്റേജിൻ്റെ പാറ്റേൺ, ആ പാറ്റേൺ അനുസരിച്ച് ഇന്നൊരു വൈറ്റ് തീമിലാണ് നമ്മളിന്ന് കൗണ്ടർ അറേഞ്ച്മെൻറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ സാലഡ് കൗണ്ടർ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. സാലഡ് കൗണ്ടർ ഗ്രീൻ ആൻഡ് വൈറ്റ് ആണ് നമ്മുടെ ഒരു കോമ്പിനേഷൻ. അതേ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെ നമ്മൾ സാലഡ് കൗണ്ടറിലും കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ അർച്ചനെ? പിന്നെ നമുക്ക് വരുന്ന തട്ടുകടയാണ്. തട്ടുകടയ്ക്കകത്ത് നമ്മൾ ഫുഡ് സെർവ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാൽക്കപ്പ. ഇന്നിപ്പോൾ ഒരുപാട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു നാടൻ ഭക്ഷണമാണ് പാൽക്കപ്പ. അതിനോടൊപ്പം തന്നെ കാച്ചിൽ, നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ഒരു ഐറ്റമാണ് കാച്ചിൽ ചേമ്പ്. പിന്നെ അതിൻ്റെ കൂടെ നല്ല അടിപൊളി കോട്ടയം സ്റ്റൈൽ ചൂര മുളകിട്ടത്. മണം വരുന്നുണ്ടല്ലേ? ചൂര മുളകിട്ടത്. അപ്പോൾ ഒന്നും സംഭവം കേട്ടിട്ടില്ല. പിന്നെ ഇതിനകത്ത് തന്നെ ദോശയുണ്ട്. ദോശയിൽ ഒരു തട്ട് ദോശയുണ്ട്, മസാല ദോശയുണ്ട്, രസവടയുണ്ട്, സാമ്പാറുണ്ട്. അർച്ചനെ ക്ലൈന്റ് വിളിക്കുന്നു. അപ്പോൾ ബാക്കി അർച്ചന പ്രസന്റ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ, ഇന്നാണ് ക്ലൈന്റ് നമ്മൾ നേരിട്ട് കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ആയിരുന്നു എന്ന് അറിഞ്ഞു. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളിൽ തന്നിരിക്കുന്ന ഒരു വിശ്വാസമാണ്, ക്ലൈൻറ്റ് നമുക്ക് തന്നിരിക്കുന്ന ഒരു വിശ്വാസം. ഞങ്ങൾ നേരിട്ട് കണ്ടില്ലെങ്കിലും കാര്യങ്ങൾ ഒരു 5 മിനിറ്റിൽ ഒരു വട്ടം വിളിച്ചില്ലെങ്കിലും കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കും എന്നുള്ള വിശ്വാസമാണ്. അപ്പോൾ ഒട്ടും വൈകാതെ പ്രിയപ്പെട്ടവർ കപ്പിൾസ് 2 പേരും സ്റ്റേജിലേക്ക് നമ്മളോടൊപ്പം വരുന്നതായിരിക്കും. അപ്പോൾ വിശേഷങ്ങൾ സ്റ്റേജ്.
നമ്മുടെ സ്റ്റേജ്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തേക്കുന്നതിൽ, വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രീൻ കളർ ഫ്ലവേഴ്സും അതുപോലെ ലീവ്സും ഒക്കെ വെച്ചിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പക്ഷേ സിമ്പിൾ ആയിട്ടുള്ളൊരു സ്റ്റേജാണ്. എനിക്ക് അടുത്ത ആങ്കറിങ് ഞാനാണ് ഇന്നത്തെ ഈ ഒരു ഇവന്റ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് ഈ സ്റ്റേജിൽ നിന്നിട്ട് എനിക്ക് ആ ഒരു ഔട്ട് കാണാനായിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്റ്റേജ് മാത്രമല്ല, നമ്മൾ DJ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. DJ അറേഞ്ചോടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എൻട്രിയും ബഹളങ്ങളും പരിപാടിയും ഒക്കെ കഴിഞ്ഞൊരു കേക്ക് കട്ടിങ് ഉണ്ട്. അടിപൊളി കേക്ക് നമ്മുടെ സ്റ്റേജിൻ്റെ അതേ തീമിലാണ് കേട്ടോ കേക്കും ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. കേക്ക് ഉൾപ്പെടെ നമ്മുടെ തന്നെ ഇതാണ് കേട്ടോ. വൈറ്റും അതുപോലെ തന്നെ ഗ്രീൻ കളർ ഷെയ്ഡിൽ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടല്ലേ, കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയില്ലേ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും സ്റ്റേജിലൊക്കെ വന്ന വിശ്വസൊക്കെ കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ ശരിക്കുള്ള പരിപാടി. DJ റെയിൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളും എല്ലാവരും ആ ഒരു DJ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കിനി വരാനുള്ളത് നമ്മുടെ ഫാമിലി കുറച്ച് പേര് എത്തിച്ചേരാനായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്രൈഡും ഗ്രൂമും കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ആഘോഷങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെ എൻട്രി ടൈമായി. ഇപ്പോൾ നമ്മുടെ ജോബിനും മോനിഷയും എൻട്രി ചെയ്യാൻ പോവുകയാണ്. റെഡി അല്ലേ? നമ്മൾ ആദ്യം വെച്ചാൽ കാണാനല്ലേ, ഫസ്റ്റ് മീറ്റപ്പ് ആണ്. രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? നമുക്ക് എൻട്രി ചെയ്താലോ? നോക്ക്, നമ്മുടെ പറഞ്ഞ അറേഞ്ച്മെന്റ് ഒക്കെ എല്ലാം കറക്റ്റാണ്. നോക്ക്, ലൈറ്റ് ഓക്കെ അല്ലേ? ഒരു എൻട്രി ചെയ്യിപ്പിക്കാലോ? ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. എൻട്രി ചെയ്യുമ്പോൾ രണ്ടുപേരും കൈ ഒന്ന് സ്ട്രോങ് ആയിട്ട് പിടിച്ചേ. ഓക്കെ, എന്നിട്ട് നേരെ സ്ട്രെയിറ്റ് സ്റ്റേജിലോട്ട് മാത്രം നോക്കി പോവുക. അപ്പം നമ്മൾ റാമ്പിലോട്ട് കയറുമ്പോഴേക്കും, റാമ്പ് ഉണ്ടല്ലോ, റാമ്പിൽ കയറുമ്പോഴേക്കും 4 കൂൾ ഫെയർ ഉണ്ടാവും. അപ്പോൾ നീ റാമ്പിൽ കയറി സെൻറ്ററിലൊന്ന് നിന്നിട്ട് ജസ്റ്റ് ഒന്ന് പിടിച്ച് കറക്കണം. റാമ്പിൽ നിന്നുകൊണ്ട് തന്നെ കറക്കുമ്പോഴേ കൂൾ ഫെയർ ബ്ലാസ്റ്റ് ആവും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. റെഡിയല്ലേ? റാമ്പിൽ കയറുമ്പോൾ കൂൾ ഫെയർ ബ്ലാസ്റ്റ് ആവില്ല. റാമ്പിൽ കയറി സെൻറ്ററിൽ എത്തുമ്പോൾ കൂൾ ഫെയർ കാണാൻ പറ്റുമല്ലോ. ഞാൻ കൂടെ വരാം. ഞാൻ പറയുന്ന പൊസിഷനിൽ നിൽക്കുക. നിന്നിട്ട് പിടിച്ച് കറക്കുക. 1-2 പ്രാവശ്യം പിടിച്ച് കറക്കും. 3-4 പ്രാവശ്യം കറക്കും. ഒടുവിൽ അങ്ങനെ അവർ എൻട്രി ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ് സെറമണിയും ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെ എൻട്രിയെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ ഫുഡ് കൗണ്ടറിലോട്ടുള്ള ഒരു ആൾക്കാരെ വരവായിരിക്കും. കാര്യം ഏകദേശം 5-6 മണിയായി. ഈ ടൈമിനുള്ളിൽ നമുക്ക് ഈ ഗസ്റ്റിനെ ഫുഡ് കഴിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ഭയങ്കര ക്രൗഡാവും. അതുകൊണ്ട് ഫുഡ് കൗണ്ടർ ഇപ്പോൾ എല്ലാം റെഡിയായി. എല്ലാ ഐറ്റംസും ഫുള്ള് ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫുഡിനകത്ത്. ചിക്കൻ ബിരിയാണി, ബാക്കിയുള്ള ഫുള്ള് നമ്മുടെ ഫ്രൈഡ് റൈസ്, ചൈനീസ് ഫ്രൈഡ് റൈസ് ആണ്. നമ്മുടെ ചൈനീസ് ടൈപ്പ് ഫ്രൈഡ് റൈസ് ആണ്. ഇതിനകത്ത് കോയിൻ പൊറോട്ട ഉണ്ട്, അരിപ്പത്തിരി ഉണ്ട്. ഇതിനകത്ത് കേരള പൊറോട്ടയും പാലപ്പവും. ആൾക്കാർ വന്നു തുടങ്ങി. പിന്നെ ഇങ്ങനെ നോക്കല്ലേ, ഇതാണ് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഡിഷാണ്. ബീഫ് ഉലർത്തിയതാണ്. നെറ്റ്ഫ്ലിക്സിൻ്റെ മാസ്റ്റർ ഡിഷ് എന്ന് തന്നെ പറയാം. നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഏകദേശം ഒരു 8 മണിക്കൂർ സ്ലോ കുക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന നമ്മുടെ ഒരു ഐറ്റമാണ് ബീഫ് ഉലർത്തിയത്. ഇത് ചിക്കൻ 65. ഇതിനകത്ത് ചിക്കൻ റോസ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ നാടൻ കൗണ്ടറിൻ്റെ കൂടെ നമ്മൾ നേരത്തെ നാടൻ കൗണ്ടർ എടുത്തേ ഉള്ളൂ. നാടൻ കൗണ്ടറിൻ്റെ എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തില്ലായിരുന്നു. ഈ നാടൻ കൗണ്ടറിനകത്ത് നമ്മൾ കൊടംകുല്ലി മുളവിട്ടിട്ടുള്ള നമ്മുടെ സാലഡാണ്. കൊടംകുല്ലി മുളക്, നല്ല നാടൻ ഉണ്ടമുളക് എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിലേക്ക്. നാടൻ ഉണ്ടമുളക് ഇട്ടിട്ടുള്ള ഒരു സാലഡ്. ഈ നമ്മുടെ ചമ്മന്തി, ദോശയിലൂടെ കഴിക്കാനുള്ള ചമ്മന്തി, ചേമ്പ് കാച്ചിൽ, കോട്ടയം സ്റ്റൈല് ചൂര മുളകിട്ടത്. സാർ വളരെ സന്തോഷത്തോടുകൂടെ കഴിക്കലല്ലേ? ഏറ്റവും ഫേവറേറ്റ് ആണ് സാറിൻ്റെ പാൽക്കപ്പ. ഈ ആ ഐറ്റം പോകില്ല. കഴിച്ചു നോക്കി സാറ് അഭിപ്രായം പറയണം എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് കേട്ടോ. ഓക്കെ. എന്താണ് ഇത്രയും ഐറ്റംസ് അവിടെ ഉണ്ടായിട്ട് ഇത് തന്നെ എടുക്കാൻ കാരണം? നമുക്ക് ബിരിയാണി ഉണ്ടായിരുന്നു, അതുപോലെ നമുക്ക് കോയിൻ പൊറോട്ട, ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നാടൻ ഭക്ഷണം മാത്രം ചൂസ് ചെയ്ത കാര്യം എന്തായിരുന്നു? വെറൈറ്റി ആണ്. അപ്പോൾ കുറച്ചും കൂടി കാച്ചിലും എടുക്കായിരുന്നല്ലോ. ആദ്യം പാൽക്കപ്പ ഇത് കഴിച്ചു നോക്കാം അല്ലേ?
അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി നല്ല രീതിയിൽ നമ്മുടെ ഈ വൈകുന്നേരങ്ങളൊക്കെ ആകുമ്പോൾ അത്യാവശ്യം എല്ലാവർക്കും ഫുഡ് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്, ക്രേവിങ്സ് കൂടുതലാണെന്ന് പറയും. ഇപ്പോൾ എല്ലാ ഐറ്റംസും കഴിക്കാനുള്ള ക്രേവിങ്സ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ക്രൗഡ് നമുക്ക് ഇന്നിവിടെ ഉണ്ട്. കാര്യം ഒരു 6 മണി ടൈം ആകുമ്പോൾ എല്ലാവർക്കും നേരത്തെ ഇപ്പോൾ എല്ലാവരും മലയാളികൾ കുറച്ച് എന്താ പറയുക ഹെൽത്തി കോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ ഒരു 7 മണിക്ക് മുന്നേ ഫുഡൊക്കെ കഴിക്കണം എന്ന രീതിയുണ്ട്. ഡയറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ നോൺ വെജ് ഫുഡ് പ്രത്യേകിച്ച് കഴിക്കുമ്പോഴും ഒരു 7 മണിക്ക് മുന്നേ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡൈജഷൻ റെഡിയാവാനുള്ള ചാൻസ് കൂടുതലാണ്. നല്ല അത്യാവശ്യം കൗണ്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല അടിപൊളി തിരക്കുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ച ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിക്കാം എങ്ങനെയുണ്ട്, ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ നൈസിൽ ചോദിച്ചു നോക്കാം. ഇഷ്ടപ്പെട്ടാ? ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ചേമ്പും എന്താ കോമ്പിനേഷൻ ആയിരുന്നു? ഇഷ്ടപ്പെട്ടാ? നല്ല ഫുഡ്. ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ബീഫ് പുലർത്തിയത്. വേറെ എന്താ കഴിച്ചത്? വേറെ ചിക്കൻ കൊള്ളാം. ബീഫും ചിക്കനും സൂപ്പർ ആണല്ലേ? ബിരിയാണി കഴിച്ചാ? ബിരിയാണി കൊള്ളാം. ഏറ്റവും ഇഷ്ടപ്പെട്ട ബീഫ്. ഓക്കെ, താങ്ക് യു. പാൽക്കപ്പയാണ് കഴിച്ചത്. ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടെ? നാടൻ കൗണ്ടറിലോട്ടാണ് ആൾക്കാരുടെ തിരക്ക് വെത്തത്. കാച്ചില്, ചേമ്പ് എല്ലാം കൂടെ നാടൻ കൗണ്ടർ. അപ്പോൾ നമ്മുടെ ഇവന്റ് ഇങ്ങനെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെറിയ റിവ്യൂ ഒന്ന് എടുത്ത് നോക്കാം. എന്താണ് ബാക്കിയുള്ളവർക്ക്, നമ്മുടെ ഗസ്റ്റിനൊക്കെ എന്താണ് അഭിപ്രായം എന്നൊന്ന് ചോദിച്ചു നോക്കാം. ഹായ് ഹായ്, ഫുഡ് കഴിച്ചായിരുന്നോ? രണ്ടുപേരോടുമാണ് ഹായ്. ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചില്ല. ഇവന്റ് എങ്ങനെയുണ്ട്? കണ്ണാടി മാറ്റണം, ഇല്ലെങ്കിൽ അതിന് ലുക്കിനെ ബാധിക്കും എന്നാണ്. വന്നതേ ഉള്ളൂ. എൻട്രി ഒന്നും നല്ല. സ്റ്റേജൊക്കെ കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഫുഡ് കൂടി ഒന്ന് പീസിന്റെ സിമ്പിൾ കൊള്ളാം, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് കുറച്ച് വിശപ്പുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഉള്ളിന്ന് വരാം. അപ്പൊ നേരെ പോയി ഫുഡ് കഴിക്കുക. ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയണം. നല്ല ടേസ്റ്റ് ആയിരുന്നു. പപ്പടം തന്നെ നല്ല പപ്പടം, ഞങ്ങളുടെ പപ്പടത്തിന് തന്നെ നല്ല ടേസ്റ്റ് ആണെന്നാ പറയുന്നത്. അപ്പൊ ബാക്കി ഫുഡ് എല്ലാം കഴിക്കുക. ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടോന്ന് ഞങ്ങൾക്ക് ഒരു ഹോണസ്റ്റ് റിവ്യൂ തരണം. ഇന്നത്തെ ഇവന്റ് കഴിഞ്ഞ് ഇറങ്ങുന്ന മുമ്പ് ഒരാളെ കൂടി പരിചയപ്പെടുത്തുക. ആളെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇതാണ് ഹാഷിം. ഇത് തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലുമായിട്ട് പ്രീമിയർ കൗണ്ടർ, അത് ഓൾമോസ്റ്റ് എല്ലാ കാറ്ററിംഗ് ടീമുകളും പ്രീമിയർ കൗണ്ടർ എടുത്ത് ചെയ്യുന്നത് ഈ മനുഷ്യൻ്റെ എണ്ണമാണ്. ഒരുപാട് വെറൈറ്റി ആണ്. നമ്മളൊന്ന് കണ്ടല്ലോ സാലഡ് കൗണ്ടറൊക്കെ, അതുപോലുള്ള ഒരുപാട് പ്രീമിയർ കൗണ്ടറൊക്കെ ചെയ്യുന്ന ഹാഷിം. എങ്ങനെയുണ്ട് ചിങ്ങമാസം? അത്യാവശ്യം കുഴപ്പമില്ല. കഴിഞ്ഞ സീസണിൽ അത്രയും വർക്കില്ല എങ്കിലും ഇപ്പോഴും ഫോണിൽ നാളെ വർക്ക് ഇടാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? വർക്കിന്റെ ആള് തന്നെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എല്ലാവരും ടീം ഫുൾ ടീമാ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ അൽസാദിലെ ഒരു ഇവന്റ് നമ്മൾ കമ്മിറ്റ് ചെയ്തു. വളരെ സന്തോഷമായിട്ട് വൈൻഡപ്പ് ചെയ്തില്ലേ? നീയാണ് വൈൻഡപ്പ് ചെയ്യേണ്ടത്. അയ്യോ, അത് ഫാമിലി ഭയങ്കര ഹാപ്പി, ഒരു രക്ഷയില്ലാതെ ഫാമിലി ഭയങ്കര ഹാപ്പി. ഞങ്ങളും ഹാപ്പി. ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ എല്ലാവരും ടയർഡായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. നമ്മളും അവരുടെ കൂടെ എൻജോയ് ചെയ്തു. നമ്മുടെ ഒരു ഫാമിലി ഫംഗ്ഷൻ പോലെ അതും കഴിഞ്ഞു. അതെ. അപ്പോ എന്റെ ടീം എല്ലാം കൂടെ ചേർന്ന് വീണ്ടും അപ്പൊ അടുത്ത വീണ്ടും ഒരു ഇവന്റുമായിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ്.